തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു. ദിവസങ്ങളോളമായി ജലവിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് UDF വള്ളത്തോൾ നഗർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധം ചെറുതുരുത്തി പോലീസ് തടഞ്ഞു. കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന വള്ളത്തോൾ നഗർ നിവാസികളുടെ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് UDF രംഗത്തെത്തിയിരിക്കുന്നത്. ചെറുതുരുത്തി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. പഞ്ചായത്ത് ഓഫീസിന് സമീപം വെച്ച് ചെറുതുരുത്തി പോലീസ് മാർച്ച് തടഞ്ഞതോടെ പ്രവർത്തകർ റോഡിൽ ഉപവിഷ്ടരായി പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന ധർണ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം ടൈഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിൽ വരുത്താറുണ്ട്. എന്നാൽ ആ ടൈഡ് ഫണ്ട് പോലും ഉപയോഗിച്ച് കഴിഞ്ഞ 5 വർഷം ഈ പഞ്ചായത്ത് മാത്രം അത്തരത്തിലുള്ള കുടിവെള്ള വിതരണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ കുടിവെള്ളത്തിന് ആവശ്യമായിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി പുച്ഛിക്കുന്ന ഒരു ഭാവം കൂടി ഈ പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിനുമുണ്ട്. തികച്ചും തെറ്റായ സമീപനമാണിത്. ഈ പ്രദേശത്തെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഈ ഭരണസമിതിക്കെതിരെ നടത്തുന്ന സൂചനാ സമരമാണിത്. അടിയന്തരമായി 10 ദിവസത്തിനുള്ളിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ സമരത്തിന്റെ ഭാവവും സംവിധാനവും ഒക്കെ മാറും എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം മുടക്കുന്ന അധികൃതരുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VK സൈദലവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ OU ബഷീർ, അബ്ദുൽ കരീം, അബ്ദുൽ ജബ്ബാർ, പ്രസാദ്, ബീന രവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ കബീർ, ജാഫർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർഷാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് UDFന്റെ തീരുമാനം.